പിന്നെ ഈ 2 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു സിനിമാ നയം സംസ്ഥാനത്ത് വരുമാണെങ്കിൽ അത് ഇപ്പോഴുള്ള എന്തെല്ലാം പ്രവണതകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും? ഏറ്റവും പ്രധാന സുരക്ഷിതത്വം, സ്ത്രീ സുരക്ഷിതത്വം 100% ഉറപ്പുവരുത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2-3 മാസം, അത് സംവിധായകനാണ് നിശ്ചയിക്കുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യണം. ആ സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 100% സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്, പ്രായമുള്ളവർക്കൊക്കെ സുരക്ഷിതമായി അഭിനയിക്കാനും തൊഴിൽ ചെയ്യാനും കഴിയുന്ന സംവിധാനം ഒരുക്കി പറ്റും. ഓഡീഷൻ സ്ഥലത്താണ് പലപ്പോഴും സെക്ഷൽ അബ്യൂസുകളൊക്കെ നടക്കുന്നതായിട്ട് പറയാറുള്ളത്. അത് ഈ ഷൂട്ടിങ്ങിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് ഈ ഓഡീഷൻ നടത്തുന്നത്, ഏത് ഹോട്ടലിലാണ് എന്ന് പലപ്പോഴും പറയാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന് ഇടപെടാൻ പറ്റുമോ? ഒരു സിനിമ ആരെടുത്താലും ഗവൺമെൻറ് അറിയണം. അതുകൊണ്ട് സിനിമ എടുക്കുന്നതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ആണെന്ന് കരുതരുത്. ഞാനതാ പറഞ്ഞത്, കിട്ടും മട്ടുമില്ലാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വിധേയമായ സിനിമ എടുക്കാൻ പറ്റും. എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണ് ഓഡീഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ, അതെല്ലാം അറിഞ്ഞേ പറ്റും. അതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തും. ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ക്ലിയർ ആക്കി, അത് ഓഡിഷൻ, സിനിമയുടെ ഓഡിഷനിലും സർക്കാർ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഒരു സിനിമ, ഇപ്പം ഞാനൊരു സിനിമ എഴുതാൻ തുടങ്ങുമ്പോൾ സിനിമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അത് റിലീസ് ചെയ്യുന്ന സമയം വരെയും അതിൻ്റെ മേൽ ഒരു കണ്ണ് ഗവൺമെൻറ് ഉണ്ടാകും എന്നത് 100% ഞാൻ പറയുന്നു. അങ്ങോട്ട് കണ്ണില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഏത് സമയത്ത് എന്ത് സംഭവിക്കാമല്ലോ. ഇപ്പോൾ തെറ്റായ ഒരു കാര്യം ഒരു കേന്ദ്രത്തിൽ നടക്കണമെന്ന് ഇപ്പോൾ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ മാത്രമല്ല, അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളത് അംഗീകരിച്ചു, പക്ഷേ ഞങ്ങൾ പറയുന്നതിന് വിധേയമാകണം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗതികേട് കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം നടപ്പാക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യത്തിന് വിധേയമായി പോകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന എത്രയോ സന്ദർഭങ്ങൾ ഇതിനിടയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ സന്ദർഭത്തിലൊക്കെ അവർക്ക് ആത്മവിശ്വാസവും ധൈര്യം കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല.